അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ നാട്ടിലൊരു പാവം ചേച്ചിക്ക് പറ്റിയ ഒരു അപളിയാണ്. അതായത് ജസ്നയുടെ വിഷയം വെച്ച്, അതായത് ജസ്നയുടെ ഫോട്ടോ മേടിച്ചിട്ട് അവരുടെ സ്ഥാപനത്തിൽ വെച്ച് ആ സ്ഥാപനം വരെ പൂട്ടിപ്പോയ ഒരു ചേച്ചിയുടെ വിഷമമാണ് നമ്മളിപ്പോൾ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മളവരെ കളിയാക്കാനോ പിടിക്കാനോ ഒന്നുമല്ല ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്കതിൻ്റെ റിയാക്ഷനിലോട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഫോട്ടോ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ വീഡിയോ എത്ര പേര് കാണുമെന്നോ അല്ലെങ്കിൽ എത്ര പേര് ഇതിനകത്ത് റിയാക്ട് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും 10 പേര് കണ്ടാൽ എനിക്ക് ആ 10 പേര് കണ്ടാൽ എത്ര പേര് ഇത് മുഖവിലേക്ക് എടുക്കുമെന്നോ എത്ര പേര് ഇതിനെ അനുകൂലിച്ച് സംസാരിക്കുമെന്നോ അല്ലെങ്കിൽ എത്ര പേര് ഫോട്ടോ വാങ്ങിക്കാതിരിക്കുമോ അതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷേ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം 10 പേര് കണ്ടാൽ ആ 10 പേര് പാടില്ല, അത്രയും പേരെങ്കിലും ഈ ഫോട്ടോ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു രീതിയിലും ഈ ഫോട്ടോ ഒരു മനുഷ്യരും വാങ്ങിക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുമത വിശ്വാസികൾ, ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യരും അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യരും ഈ ഫോട്ടോ വാങ്ങിക്കരുത്. ഇങ്ങനെ ഒരാവശ്യം പറഞ്ഞ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളടുത്ത് നമ്മളെ വിശ്വാസം കൊണ്ട് നമ്മൾ 5000 അല്ലെങ്കിൽ 15000 കൊടുത്തൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഏതൊക്കെ രീതിയിൽ മനുഷ്യനെ വഹിച്ച് കാശുണ്ടാക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ജസ്നയുടെ ഓരോരോ എന്ത് സൗമ്യമായിട്ടാണ് ആ പയ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത് നോക്കി പോകണം. മറ്റേ സംസാരിക്കുമ്പോഴെല്ലാം ഹിന്ദുമത വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഓരോ അവളുമാരെന്തൊക്കെയോ പറയുന്ന കേട്ട് അല്ലെ ഓരോ അവളുമാരെ എന്നെ വെച്ച് കാശുണ്ടാക്കുന്നു, എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച കുറേ വീഡിയോകൾ ഞാൻ കണ്ടു. ജസ്നയെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുന്നു. ജസ്ന എങ്ങനെയാണ് റീച്ച് ആയത്? ഈ ഹിന്ദുമതത്തിലെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടാണ് ജസ്ന റീച്ച് ആയത്. അല്ലാതെ ഒരു രീതിയിലും അല്ല. കാരണം കുറഞ്ഞ ചിലവിലുള്ള പൈസ കൂടിയ പൈസയ്ക്ക് കൊടുത്തിട്ട് അത് വെച്ച് കാശുണ്ടാക്കി. അതുപോലെ തന്നെ ആ ഒരു കൃഷ്ണനെ വെച്ചിട്ട് കാശുണ്ടാക്കിക്കോ, ഒരു കുഴപ്പമില്ല, കാശുണ്ടാക്കിയോ, ഏത് രീതിയിൽ കാശുണ്ടാക്കി. പക്ഷേ ഈ വിശ്വാസം വിറ്റ് കാശുണ്ടാക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ ഉമ്മായ്ക്കും വാപ്പയ്ക്കും ഹജ്ജിന് പോകണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ് തിരിച്ചു കൊടുക്കണം. ഹജ്ജിന് പോകണമെന്നുള്ളത് അതും പിന്നെ എൻ്റെ കടമയല്ല. അതായത് ഈ ഹിന്ദുമതത്തെ വിശ്വാസത്തെ ചൂഷണം ചെയ്തിട്ടല്ല നിങ്ങളെ ഉമ്മായി വാപ്പായി ഹജ്ജിന് ഇടന്നുള്ളത്. നേരായ മാർഗത്തിലൂടെ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മലയാളികൾക്ക് മനസ്സിലായി തുടങ്ങുന്നു നിന്റെ ഫോട്ടോ വാങ്ങിച്ചിട്ട് കാര്യമില്ലെന്ന്. അതുകൊണ്ടാണ് അവർ വാങ്ങിക്കാത്തത്. കണ്ടല്ലോ, ഇതാണ് സംഭവം. ചേച്ചിക്ക് രവളി പറ്റിയതാണ്. ചേച്ചി വിശ്വസിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുക. ഇത് കണക്കത്തെ ആൾക്കാരെ വിശ്വസിക്കരുത്. കാരണം അവർ ജീവിതമാർഗത്തിന് വേണ്ടി ചെയ്യുന്ന തൊഴിലാണിത്. അതിൽ ചേച്ചിയുടെ കുഴപ്പമാണ്. കാരണം കണ്ടവർ യൂട്യൂബിൽ ഫേമസ് ആകാൻ വേണ്ടി മതത്തെയൊക്കെ പിടിച്ചിട്ട് ഒരുപാട് പേര് പ്രശ്നം. ഇപ്പം മതത്തിൻ്റെ കാര്യം പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇതിനകത്ത് കുറേ അളങ്ക് സാധനങ്ങൾ ഇങ്ങനെ മതത്തെക്കുറിച്ച് കുറേ ഇങ്ങനെ പ്രസംഗിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് പറയുന്നതും പിടിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് നമുക്കത് പറയാൻ താല്പര്യമില്ല. അപ്പോൾ ഇതുപോലുള്ള പാവത്തുങ്ങൾക്ക്, അതായത് അവരവരുടെ വിഷമമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാലും ഞാൻ ചേച്ചിക്ക് തരാൻ പറ്റിയ ഒരു ചെറിയ റിക്വസ്റ്റാണ്. നമ്മളെ ദൈവത്തെ വിശ്വസിച്ചാൽ മതി. നമ്മൾ ഒരു മനുഷ്യനെ വിശ്വസിച്ചിട്ട് ഒരു കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുക. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യും. കാരണം ഇങ്ങനെ ഒരു ജസ്നയോ അല്ലെങ്കിൽ മറ്റൊരാളോ വന്ന തീരാവുന്ന പ്രശ്നങ്ങളൊന്നും അല്ല നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. കാരണം ദൈവമാണ് തരുന്നത് എന്തും. നിങ്ങളുടെ നന്മയായാലും തിന്മയായാലും ദൈവമാണ് അത് നോക്കുന്നത്. ഇതേപോലത്തെ കൂതറകളായി ഈ ജസ്ന എന്ന് പറയുന്ന ആളെ സ്വന്തം വീട്ടിൽ പോലും പരിഗണന ഇല്ലാത്ത ആളാണ്. പിന്നെ ആ വീട്ടിൽ പരിഗണന ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി ചേച്ചി എന്തിനാണ് അതിന് റിസ്ക് എടുക്കുന്നത്? ഇതേപോലുള്ള പല ആൾക്കാരും ഇതേപോലത്തെ വീഡിയോസ് പലതും ഞാൻ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. കാരണം പിന്നെ ചേച്ചി അവസാനം പറഞ്ഞൊരു വാക്ക്, ഉമ്മായും വാപ്പയും ഹജ്ജിന് വിടുന്നതിൻ്റെ കാര്യം. ജസ്നയുടെ കാശ് കൊണ്ടല്ല അവർ ഹജ്ജിന് പോണതും പിടിക്കുന്നതും. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും മനുഷ്യരാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അത് ചെയ്യില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെതിരായിരിക്കും. അപ്പോൾ ഞാൻ ഇതൊരു വീഡിയോ ഇപ്പോൾ ചെറുതായിട്ട് ചെയ്യാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെ ഇനി ആർക്കും ഒരു അവിളി പറ്റാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിനകത്തെ കോമാളി വേഷങ്ങളുമായിട്ട് പല ആൾക്കാരും ഈ നാട്ടുകളിൽ ചുറ്റി കിടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പിന്നാലെ പോകാതെ നമ്മളെ ദൈവത്തെ വിശ്വസിച്ചിട്ട് ജീവിക്കുക. അത്രേ പറയാനുള്ളൂ. ബൈ.